ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ. ചിയാ സീഡ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ ഈ പറയുന്ന പോലെ ചിയാ സീഡിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ ചിയാ സീഡ് കഴിക്കേണ്ടത് ആരൊക്കെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിയാ സീഡ് കഴിക്കുമ്പോൾ ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് നമുക്ക് സ്വാദിഷ്ടമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടും നമുക്ക് എങ്ങനെ ചിയാ സീഡ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ചിയാ സീഡ് കഴിക്കുന്ന ഒരുപാട് പേർക്കുള്ള സംശയമാണ്, നമുക്ക് രാവിലെ കഴിക്കാമോ, അതുപോലെ തന്നെ നമുക്കൊരു 11 മണിയാകുമ്പോൾ കഴിക്കാമോ, രാത്രി ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കാമോ മുതലായിട്ടുള്ള ചില സംശയങ്ങളുണ്ട്. അപ്പോൾ ഈ ഓരോ സമയത്ത് നമ്മൾ ഏത് രീതിയിലാണ് ചിയാ സീഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കേണ്ടതെന്നും അതുപോലെ തന്നെ നമ്മൾ എത്ര അളവിൽ ചിയാ സീഡ് കഴിക്കണം, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണിത് പല ടേസ്റ്റിൽ, അതായത് എല്ലാ ദിവസവും ചിയാ സീഡ് കഴിക്കുന്നവരാണെങ്കിൽ അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നോർമലി കഴിക്കുന്ന ഒരു രീതിയായിരിക്കും ഒരുപാട് പേരും കൊണ്ടുവരുന്നത്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം നമുക്ക് ഏതൊക്കെ രീതിയിൽ, അതായത് ഞാനിതൊരു 8 തരത്തിൽ നമുക്ക് പല സമയത്തായിട്ട് കഴിക്കാൻ പറ്റുന്നത് പോലെയും പ്രമേഹ രോഗമുള്ളവരും കൊളസ്ട്രോൾ രോഗമുള്ളവരും അമിതവണ്ണമുള്ളവരും വെയിറ്റ് ലോസിന് ആഗ്രഹിക്കുന്നവരും ചിയാ സീഡ് എങ്ങനെ കഴിക്കണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമുക്ക് ഫൈബർ കണ്ടൻറ്റ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം കലോറിഫിക് വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഫാറ്റിൻ്റെ അളവ് വളരെ കുറവാണ്, അതുപോലെ തന്നെ നമുക്ക് സോഡിയം ഫ്രീ ആണ്, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. ഇത്തരത്തിലുള്ള ഒട്ടനവധി ഗുണങ്ങൾ ചിയാ സീഡിനുണ്ട്. അതുപോലെ തന്നെ പ്രമേഹ രോഗം ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും അമിതവണ്ണം ഉള്ളവർക്കും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കും സേഫായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഈ പറയുന്ന ചിയാ സീഡ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റിയെ നോർമൽ ആക്കുന്നതിനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിച്ചു നിർത്തുന്നതിനും എല്ലാം ചിയാ സീഡ് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ബെനിഫിറ്റുകൾ ഇതുപോലെ പല രീതിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചിയാ സീഡ് ആരോഗ്യപ്രദമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലേക്ക് വരാം. നമ്മൾ ആരോഗ്യമുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് നമുക്ക് ഒരു ദിവസം കഴിക്കേണ്ടത് ഏകദേശം 40 ഗ്രാം ചിയാ സീഡാണ്. അതിനേക്കാളും കുറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇതിനേക്കാളും കൂടിയ അളവിൽ നമ്മൾ കഴിക്കേണ്ടതുമില്ല. അപ്പോൾ 30 to 40 ഗ്രാം വരെ ചിയാ സീഡ് നമുക്ക് ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഉള്ള 8 തരത്തിൽ നമുക്കിതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. ഇപ്പോൾ രാവിലെ വെറും വയറ്റിലാണ് നിങ്ങൾ ചിയാ സീഡ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാനുള്ളത് 1 ലിറ്റർ വെള്ളം എടുക്കുക. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 40 ഗ്രാം ചിയാ സീഡ് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഏകദേശം അരമണിക്കൂർ സമയം ഇത് വെച്ചിരുന്നതിന് ശേഷം നമുക്ക് 1-2 പ്രാവശ്യമായിട്ട് നമുക്ക് രാവിലെ വെറും വയറ്റിൽ നമുക്ക് ഈ 1 ലിറ്റർ വെള്ളം നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും നോർമലായിട്ട് എല്ലാവർക്കും ചെയ്യാൻ അറിയാവുന്ന ഒരു മെത്തേഡാണ്. ഇനി അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആണ് നിങ്ങളുടെ ആവശ്യം എന്നുണ്ടെങ്കിൽ നമുക്കിത് കഴിക്കാൻ പറ്റുന്നത് വെറും വയറ്റിലോ 11 മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം 4 മണിക്കോ കഴിക്കാൻ പറ്റുന്ന മെത്തേഡാണ് പറയുന്നത്. അതായത് നമ്മൾ അര നാരങ്ങ പിഴിഞ്ഞെടുക്കുക, അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ പറയുന്ന ചിയാ സീഡ് 40 ഗ്രാം ഇട്ടിട്ട് ഏകദേശം 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഏകദേശം അരമണിക്കൂർ സമയം വെച്ചിരിക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ തേനും കൂടി ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മറ്റൊരു പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്തിരിയുടെ ജ്യൂസിലോ ഓറഞ്ചിൻ്റെ ജ്യൂസിലോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മുസാമ്പി ജ്യൂസിലോ നമുക്കിത് മിക്സ് ചെയ്ത് കഴിക്കാം. പക്ഷേ പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ജ്യൂസുകളുടെ ഉപയോഗം മാറ്റി നിർത്തിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നാരങ്ങ നീര് ഉപയോഗിച്ചിട്ട് നമ്മൾ കഴിക്കുന്ന രീതിയിൽ വേണം ഇത് കഴിക്കാനുള്ളത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഇനി മൂന്നാമത്തെ മെത്തേഡ് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും അതുപോലെ തന്നെ മലബന്ധമുള്ളവരും ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ യോഗട്ട് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ തൈരുണ്ടെങ്കിൽ തൈര്. അപ്പോൾ ഇതിൻ്റെ കട്ടി അത്യാവശ്യം കട്ടി വേണം, ഉപ്പിടാതെ വേണം എടുക്കാനുള്ളത്. ഈ തൈരിലേക്കോ യോഗട്ടിലേക്കോ 40 ഗ്രാം ചിയാ സീഡ് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു നേരമായിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് സാധിക്കും. എടുക്കുമ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് തൈര് അല്ലെങ്കിൽ 1/2 കപ്പ് യോഗട്ടാണ് നമ്മൾ എടുക്കാനുള്ളത്. അപ്പോൾ ഈ രീതിയിൽ കഴിച്ചാൽ മലബന്ധമുള്ളവർക്കും അസിഡിറ്റി, പുളിച്ചു തകട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ളവർക്കും വെയിറ്റ് ലോസിനെ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ ശരീരത്തിൽ പ്രമേഹ രോഗമുള്ളവർക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി പ്രഭാത ഭക്ഷണമായിട്ട് ചിയാ സീഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് നമുക്ക് രാവിലെ ഇപ്പോൾ ടൈമില്ല, നമുക്ക് പക്ഷേ ചിയാ സീഡ് കഴിക്കുകയോ
വല്ലതും വേണം, ഇത്തരത്തിലുള്ള പ്രിപ്പറേഷൻസിലോട്ട് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നമുക്ക് ഓട്സിനോടൊപ്പമോ ഇല്ലെങ്കിൽ ഉപ്പുമാവ്, നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ അതിലേക്കോ നനച്ച് വെച്ചിട്ടുള്ള, അതായത് നമ്മൾ ഈ 40 ഗ്രാം ചിയാ സീഡ് എടുത്തിട്ട് അതിനെ നമ്മൾ നനച്ച് വെച്ചത് ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിയാ സീഡ് അരിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ഓട്സിലൂടെ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഉപ്പുമാവ് ഇത് വേവിക്കുമ്പോഴല്ല, വേവിച്ചതിന് ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്യാനുള്ളത് എന്നൊരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ട് നമുക്കിത് കഴിക്കാം. ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ രാത്രിയിൽ ചിയാ സീഡ് കഴിക്കാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ആ സമയം നമ്മൾ ചിയാ സീഡ് മാത്രമായിട്ട് കഴിക്കാതെ അതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സ് കൂടി ഇട്ടതിന് ശേഷം നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അതിനോടൊപ്പം ഈ നട്ട്സ് ഇടുമ്പോൾ നമുക്ക് ഏകദേശം 40 ഗ്രാം ചിയാ സീഡും ഒരു 5 ഗ്രാം ഫ്ലാക്സ് സീഡും, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡോ പംകിൻ സീഡോ ഉണ്ടെങ്കിൽ അത് 5 ഗ്രാം ഇടാം. അതുപോലെ തന്നെ ഏകദേശം ഒരു 3/4 പിടി, കാരണം ഒരു പിടിയാണ് നമ്മൾ നട്ട്സ് രാത്രി കഴിക്കാനുള്ളത്. ഈ ചിയാ സീഡും ഫ്ലാക്സ് സീഡും കൂടി വരുന്നതുകൊണ്ട് ഏകദേശം ഒരു 3/4 പിടിയോളം നട്ട്സ്, അതായത് ഇപ്പോൾ നമുക്ക് ബദാമോ അണ്ടിപ്പരിപ്പോ അതുപോലെ തന്നെ പിസ്ത അല്ലെങ്കിൽ വാൾനട്ട് മുതലായിട്ടുള്ള ഏതാണോ നമുക്ക് ഇഷ്ടമുള്ളത് അതിനോടൊപ്പം മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ രാത്രി സമയത്ത് നമുക്ക് ഇത്തരത്തിൽ നട്ട്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. ഇനി 11 മണി സമയത്ത് ചിയാ സീഡ് കഴിക്കാനാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ ലെമൺ ജ്യൂസിനോടൊപ്പമോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടി മിക്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതൊരു സാലഡ് പരുവത്തിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് നനച്ച ചിയാ സീഡ് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 11 മണിക്കുള്ള ആഹാരമായിട്ടോ വൈകുന്നേരം ഒരു 6 മണിക്കുള്ള ആഹാരമായിട്ടോ ഇല്ലെങ്കിൽ രാത്രിയിൽ ഒരു നേരത്തെ ഫുഡായിട്ടോ നമുക്കിത് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ നമ്മളിപ്പോൾ ബ്രെഡ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ കാണും. അപ്പോൾ ബ്രെഡിൽ എടുക്കുമ്പോൾ നമ്മൾ ഒരു 2 പീസ് ബ്രെഡ് എടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു 4 പീസ് ബ്രെഡാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അതിലേക്ക് ജാം പുരട്ടിയതിന് ശേഷം ഈ ചിയാ സീഡ് 40 ഗ്രാം നനച്ചെടുത്തത് നമ്മൾ 2ആയിട്ട് പകുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം നമുക്ക് ഈ പറയുന്ന രീതിയിൽ, അതായത് ഇപ്പോൾ ബ്രെഡ് ജാം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ആ ഒരു രീതിയിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പക്ഷേ മലബന്ധമുള്ളവരും അതുപോലെ തന്നെ ഇപ്പോൾ ഷുഗറോ കൊളസ്ട്രോളോ ഉള്ളവരാണെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഇത് കഴിക്കരുത്. ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ മലബന്ധം ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഈ ഒരു രീതിയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡായിട്ട് കഴിക്കുന്നവർക്ക് ഇത് കഴിക്കാനായിട്ട് സാധിക്കും. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി, അതായത് നമ്മളിപ്പോൾ ശരീരം ശോഷിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നവരാണ്, അങ്ങനെ നമുക്ക് ശരീരം കുറച്ചുകൂടി നന്നാവണം എന്നുണ്ട്, പക്ഷേ ചിയാ സീഡും കഴിക്കണം എന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ചെയ്യാനുള്ളത്, നമുക്കിപ്പോൾ സൂപ്പുകൾ വയ്ക്കുമ്പോൾ സൂപ്പിനോടൊപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് 40 ഗ്രാം എടുത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിയാ സീഡ് നമുക്ക് ഇതിൻ്റെ അകത്ത് സൂപ്പുകളിലേക്ക് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ചിയാ സീഡ് നമുക്ക് മുട്ട, നമ്മളിപ്പോൾ ബുർജി പോലെ അല്ലെങ്കിൽ എഗ്ഗ് ഓംലെറ്റ് തയ്യാറാക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ട് ഓംലെറ്റ് രൂപത്തിലോ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്, കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് ഇപ്പോൾ ഞാൻ ഏകദേശം 8 രീതികൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള 1-2 കാര്യം, ഇപ്പോൾ പ്രമേഹ രോഗമുള്ളവരാണെങ്കിൽ മധുരമുള്ള ഐറ്റംസിനോടൊപ്പം ഒരിക്കലും നമ്മൾ ചിയാ സീഡ് മിക്സ് ചെയ്ത് കഴിക്കരുത്. അത് നമ്മുടെ ശരീരത്തിന് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ രോഗമാണ് നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ അമിതവണ്ണമാണെങ്കിൽ അവിടെ നമ്മൾ ഫാറ്റ് കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങളോടൊപ്പമോ ഇല്ലെങ്കിൽ ഫ്രൂട്ട്സിനോടൊപ്പമോ നമ്മൾ കഴിക്കരുത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുട്ടയോടൊപ്പമോ സൂപ്പിനോടൊപ്പമോ നമ്മൾ കഴിക്കരുത്. ഇനി ശരീരം അത്യാവശ്യം മെച്ചപ്പെടണം എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് സൂപ്പുകളോടൊപ്പമോ ഈ പറഞ്ഞ രീതിയിൽ ഏത് മെത്തേഡിൽ വേണമെങ്കിലും കഴിക്കാം. പക്ഷേ ലെമൺ ജ്യൂസിനോടൊപ്പം കഴിക്കുന്ന മെത്തേഡ് നമ്മൾ ശരീരം നന്നാവാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കഴിക്കരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഏകദേശം 8 നമുക്ക് ഏകദേശം 30-ലധികം രീതികളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു കേരള സ്റ്റൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതികളായിരിക്കും ഏറ്റവും ഈസി ആയിട്ടുള്ളത്. കാരണം ഡെയിലി ചിയാ സീഡ് നമ്മൾ ഒരേ രീതിയിൽ തന്നെ കുടിച്ചാൽ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ഒരു മടി ഉണ്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഡിഫറൻറ്റ് വെറൈറ്റീസ് ആയിട്ട് നമ്മളിത് കഴിക്കുകയാണ്
അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓരോ ഐറ്റംസും നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിന് പകരമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിയാ സീഡിൻ്റെ ബെനിഫിറ്റ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചിയാ സീഡ് കൊണ്ട് ഒട്ടനവധി വിഭവങ്ങൾ തയ്യാറാക്കാനും വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാനും സാധിക്കും. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ചിയാ സീഡിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇത് എങ്ങനെ കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം മുതലായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങളും പ്രമേഹ രോഗമുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും അമിതവണ്ണം ഉള്ളവരും ശരീരം മെലിഞ്ഞവരും ഒക്കെ എങ്ങനെ കഴിക്കണം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാവർക്കും ഉപയോഗപ്പെടും എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ പ്ലാൻ ചെയ്ത് നിങ്ങളോടൊപ്പം സംസാരിച്ചത്. അപ്പോൾ ഈ പറഞ്ഞ 40 ഗ്രാമിൽ കൂടുതൽ നിങ്ങൾ ഒരു ദിവസം കഴിക്കേണ്ട ആവശ്യമില്ല. ഇത് വേണം ഡിവൈഡ് ചെയ്ത് 20-20 ആയിട്ട് 2 നേരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.